ഹലോ ഗൈസ്, നമ്മളിന്നൊരു വെറൈറ്റി കറി വെക്കാൻ പോവുകയാണ്. ഗൈസ്, നമ്മളിന്ന് ഇവിടെ വീട്ടു ജോലിക്ക് വന്നിരിക്കുകയാണ്. 2 മാസത്തെ ഇടവേളയ്ക്ക് ശേഷമാണ് വന്നേക്കുന്നത്. ചോറ് അടുപ്പത്ത് കിടന്ന് വേകുന്നു. ചിലതായിട്ട് വെക്കുന്നത് അവിയലുണ്ട്. അവിയൽ അടുപ്പിലിരുന്ന് വെന്തുകൊണ്ടിരിക്കുകയാണ്. ഇതും ഒരു വെറൈറ്റി രീതിയാണ്. ഇതൊന്നും വീഡിയോ എടുക്കാൻ പറ്റിയിട്ടില്ല. അവിയൽ റെഡിയായിരിക്കുന്നു. പുളിശ്ശേരിക്കുള്ളതെല്ലാം ആക്കി വെക്കുവാണ്. നമുക്ക് വെറൈറ്റി ആയിട്ട് കറി വെക്കണം. ആദ്യം 3 തക്കാളി, പിന്നെ 2 സവാള, ഇത്തിരി കറിവേപ്പില, ഇഞ്ചി വേണം. ഇഞ്ചി ഇവിടെ ഇല്ല. അപ്പോൾ ഉള്ളത് കൊണ്ട് നമുക്ക് ഈ മീനിനെ കറി വെക്കുക. ഓക്കെ, ഇതെല്ലാം ക്ലീൻ ചെയ്തിട്ട് നമുക്ക് അടുത്ത വീഡിയോയിലേക്ക് കാണാം. ഹലോ ഗൈസ്, നമ്മളങ്ങനെ മീനെല്ലാം വെട്ടി ഇവിടെ കൊണ്ടുവന്ന് വെച്ചിരിക്കുക. ചട്ടി അടുപ്പത്ത് വെച്ചേക്കുന്നു. വെളിച്ചെണ്ണ. അപ്പോൾ നമുക്ക് ഈ കറിക്കകത്ത് വേണ്ട ആവശ്യങ്ങളാണ്: കറിവേപ്പില, സവാള, തക്കാളി, വടക്കംപുളി. ഇതെല്ലാവരും എല്ലാം എടുക്കുന്നതാണ്. എന്നിരുന്നാലും ഞാൻ ഒന്നുകൂടെ ഒന്ന് പറയുവാണ്, എൻ്റെ രീതിയിൽ വെക്കുന്നതുകൊണ്ട്. മുളകും പൊടി, മല്ലിപ്പൊടിയൊക്കെ ഇരിപ്പുണ്ട്. പിന്നെ ഇനി ഇതെല്ലാം നമുക്കൊന്ന് എണ്ണയ്ക്കകത്തിട്ട് വഴറ്റുക. കുറച്ച് എണ്ണ മാത്രം ഒഴിച്ചു കൊടുക്കുക. എന്നിട്ട് നമ്മൾ ചെയ്യുന്നത് 1 തക്കാളി കണ്ടല്ലോ, ഇത് നമ്മൾ എണ്ണയ്ക്കകത്തിട്ട് ഇടുകയാണ്. കണ്ടല്ലോ. എന്നിട്ട് കുഞ്ഞു സവാള ആയതുകൊണ്ട് നമ്മൾ 3 സവാള, കുഞ്ഞു സവാള എടുക്കുക. വലിയ സവാള ഒരെണ്ണം മതിയായിരുന്നു. വലുതല്ലാത്തത് കൊണ്ട് 3 സവാള നമ്മൾ ഈ എണ്ണയ്ക്ക്. എന്നിട്ട് നമ്മൾ ഈ എണ്ണയ്ക്കകത്ത് സവാളയും തക്കാളിയും കൂടെ ഒന്ന് ഇളക്കി കൊടുക്കുകയാണ്. ഒരുവിധം ഒന്ന് ഡ്രൈ ആവുന്നിടം വരെ, ഇതിൻ്റെ ഒന്ന് വാടുന്നിടം വരെ നമ്മളിതൊന്ന് ഇളക്കുകയാണ്. തൊലി ഭാഗം ഈ എണ്ണയ്ക്കകത്ത് നിന്ന് വിട്ട് വരും. അപ്പം ഹലോ ഗൈസ്, നമ്മൾ ഇതിപ്പം റെഡി ആയിട്ടുണ്ട്. നല്ല റെഡ് കളറിലായിട്ടുണ്ട്. ഇത് രണ്ടും സെറ്റായി. ഇനി നമ്മൾ മഞ്ഞൾപ്പൊടി, മല്ലിപ്പൊടി, മുളക് പൊടി, അങ്ങനെ കറിവേപ്പില എടുത്ത് വെച്ചിട്ടുണ്ട്. ഇത് രണ്ടും ഇതിൻ്റെ കൂടെ ആഡാക്കണം. ഇത് 3 ഇതിൻ്റെ അകത്തോട്ട് ഇടുക. എന്നിട്ട് ഇതൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. തീ കുറച്ച് വെച്ചിരിക്കുകയാണ്, അല്ലെങ്കിൽ കരിഞ്ഞു പോവും. ഇരുമ്പ് ചട്ടിക്കകത്താണ് കേട്ടോ ഗൈസ്. ഇരുമ്പ് ചട്ടിയിൽ വെക്കുന്നതിനൊരു പ്രത്യേക ടേസ്റ്റാണ്. നമ്മൾ വീണ്ടും തീ കത്തിക്കാൻ പോകുന്നു. അപ്പോൾ ഈ ചട്ടി ചൂടാകട്ടെ.